നിലപാടുകൾ ഇക്കാലവും ഈ രാജ്യത്തിന്റെ മതേതരത്തിന്റെ മണ്ണിൽ മഹിതമായ ആർഷ ഭാരത സംസ്കാരത്തെ പിടിച്ചു നിർത്താനും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹൈന്ദവന്, ക്രിസ്ത്യാനിക്ക്, മുസ്ലിമിന് തോളോട് തോളിരുന്നുവിട്ട് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ നെഞ്ചോട് ചേർക്കാനുള്ള അവകാശ പോരാട്ട ഭൂമി സംഗമവേദി മഞ്ചേശ്വരം നാട്ടിൽ നിന്നും യാത്ര തുടർന്ന് പടയച്ചങ്ങൾ. സങ്കരഭാഷകൾ സംഗമവേദി മഞ്ചേശ്വരം നാട്ടിൽ നിന്നും യാത്ര തുടർന്ന് പടയച്ചങ്ങൾ. അമരത്ത് ചേർക്കണം അബ്ദുള്ള സാഹിബുണ്ട് അവരോട്. വളരെ മതേതരത്വവും ജനാധിപത്യവും ശക്തിപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അവിടെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ചില ശക്തികൾ കട്ടകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് നരേന്ദ്രമോദി ബിജെപിയുടെ നേതൃത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കൂടി എന്താണ് ഇങ്ങനെ നരേന്ദ്രമോദിയെ എതിർക്കുന്നത്, ഇവർക്കാർക്കോ വ്യക്തിപരമായി വല്ല വിദ്വേഷവുമുണ്ടോ എന്ന് ചിലപ്പോൾ സംശയിച്ചേക്കാം. യഥാർത്ഥത്തിൽ വ്യക്തിപരമായി ഒരു വിദ്വേഷവുമില്ല. ഒന്ന്, ബിജെപിയുടെ നയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബിജെപി ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന് കണ്ടകോടാലി വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന്റെ കൂടെ നരേന്ദ്രമോദി കൂടി ആകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിലയിരുത്തുന്നത്. അതായത് നരേന്ദ്രമോദി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിന് ഉത്തരം: ഗുജറാത്തിൽ ഇത്രയും കാലം വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരം നിലനിർത്തിയത്. 2003 തെരഞ്ഞെടുപ്പിൽ ബിജെപി പരാജയപ്പെടുമെന്ന് കണ്ടപ്പോ ബിജെപിയുടെ നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു നരേന്ദ്രമോദിയെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. കേശുഭായ് പട്ടേൽ എന്ന അവിടുത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെ മാറ്റി എന്നിട്ടതിന് പകരമായി നരേന്ദ്രമോദിയെ കൊണ്ടുവന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യമായി അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി. എങ്ങനെയെന്ന് വെച്ചാൽ ഗോദ്ര സംഭവം, ഗോദ്രയിലെ ട്രെയിൻ കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതിൽ തീ വന്നത് പുറത്തുനിന്നല്ല അകത്തുനിന്ന് തന്നെയാണെന്നാണ്.